പഞ്ചാബിൽ അതീവ സുരക്ഷയിലാണ് കേന്ദ്ര ഏജൻസിയും ആഭ്യന്തര മന്ത്രാലയവും. കാരണം 2 ദിവസത്തിനു മുന്നെയാണ് പഞ്ചാബിൽ സ്ഫോടനം നടന്നത്. അതും BSFന്റെ ആസ്ഥാന മന്ദിരത്തിലും അമൃത്സറിലെ ആർമി ക്യാമ്പിലും. പഞ്ചാബ് ഭരിക്കുന്നത് നിലവിൽ ആം ആദ്മിയാണ്. നിലവിൽ പഞ്ചാബിൽ ഉടൻ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട്. അതായത് കേന്ദ്ര ഏജൻസികളുടെ അറസ്റ്റിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ സഹായിയുടെ വീട്ടിൽ നിന്ന് ED ഒരു റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിൽ നിന്ന് കണക്കിൽപ്പെടാത്ത കുറേ നോട്ടുകൾ കണ്ടെടുത്തു. കൂടാതെ EDയുടെ വരവ് കണ്ടുകൊണ്ട് ഫ്ളാറ്റിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് 500ന്റെ നിരോധിച്ച ചാക്ക് കെട്ടുകൾ, ആ ചാക്കിനകത്ത് മുഴുവനും നിരോധിച്ച 500ന്റെ നോട്ടുകളായിരുന്നു. അതെടുത്ത് താഴേക്ക് എറിയുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അത് EDയുടെ ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗത് മാന്റെ സഹായിയെയാണ് ED ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നേരെ പഞ്ചാബ് മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റെയ്ഡിനിടെ പണം നിറച്ചതായി സംശയിച്ച 2 ബാഗുകളാണ് കെട്ടിടത്തിൽ നിന്നും വലിച്ചെറിയപ്പെട്ടത്. പഞ്ചാബിലെ മൊഹാലിയിലെ കരാറിനടുത്തുള്ള IT പ്രൊഫഷണലായ നിതിൻ ഗോയലിന്റെ വസതിയിലാണ് ED റെയ്ഡ് നടത്തിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാന്റെ സഹായിയാണ് ഗോയൽ. അങ്ങനെയാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ചാജു മജൂറിലെ സെക്ടർ 127ലെ വെസ്റ്റേൺ ടവറിലെ അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡ് നടക്കുന്നത്. രാവിലെ നടക്കാൻ പോയവർ കെട്ടിടത്തിന് ചുറ്റും ചിതറിക്കിടക്കുന്ന കറൻസി നോട്ടുകൾ കണ്ടതായി വിവരം EDയെ അറിയിച്ചു, തൊട്ടടുത്തുള്ള പോലീസിനെയൊക്കെ അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നത്. പിന്നീട് ED ഉദ്യോഗസ്ഥർ ബാഗുകൾ കണ്ടുകെട്ടി മണിക്കൂറോളം ആ അപ്പാർട്ട്മെന്റിലടക്കം ഒരു റെയ്ഡ് നടത്തി വരികയാണ് ചെയ്യുന്നത്. ഖറാസിന് പുറമെ ഛത്തീസ്ഗഡിലെ സെക്ടർ 16, പാട്ടിയാല എന്നിവിടങ്ങളിലും ED റെയ്ഡ് നടത്തുന്നുണ്ട്. ആം ആദ്മി പ്രവർത്തകനുമായി അടുത്ത ബന്ധമുള്ളതായി സംശയിക്കുന്ന ബീർ ദേവീന്ദർ സിംഗിന്റെ മൊഹാലിയിലെ വസതിയിലും റെയ്ഡ് നടക്കുന്നുണ്ട്. റെയ്ഡുകൾക്ക് സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധമുണ്ട് എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. അമൃത്സറിൽ മാധ്യമങ്ങളെ കാണുന്നതിനിടെ ED റെയ്ഡ് നടത്തിയ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ പഞ്ചാബ് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ആ വ്യക്തിയുമായി എനിക്കൊരു ബന്ധമില്ല എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഇപ്പോൾ പറഞ്ഞത്. പഞ്ചാബിലെ മൊഹാലിയിലെ ഖരാറിലുള്ള വെസ്റ്റേൺ ടവേഴ്സ് സൊസൈറ്റിയിലെ ഒരു IT മേഖല ജീവനക്കാരന്റെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. EDയുടെ വാഹനം വരുന്നത് കണ്ട് റെസിഡൻഷ്യൽ ടവറിന്റെ 9ാം നിലയിൽ നിന്ന് പണം നിറച്ച ബാഗ് താഴേക്ക് എറിയുകയായിരുന്നു. ഉടൻ തന്നെ താഴെ നിന്ന ആ ഡ്രൈവർ, അതായത് ആം ആദ്മിയുടെ ഡ്രൈവർ, ആ ബാഗ് എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. ഇത് കണ്ട ED ഉദ്യോഗസ്ഥർ ആ ഡ്രൈവറെ ഓടിച്ചിട്ട് പിടികൂടുകയും പിന്നെ നടത്തിയ പരിശോധനയിലാണ് ഏകദേശം 2.5 ലക്ഷം രൂപ ആ ബാഗിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുവെന്ന് ED ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. മാന്റെ ഓഫീസുമായി ഗോഹലിന് അടുത്ത ബന്ധമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ മാസം പഞ്ചാബ് ക്യാബിനറ്റ് മന്ത്രി സഞ്ജീവ് അറോറയുമായി ബന്ധപ്പെട്ട ലുധിയാന, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തിയിരുന്നു. അറോറയുമായും അദ്ദേഹത്തിന്റെ ബിസിനസ് കൂട്ടാളികളുമായും ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് സംരംഭവുമായി ഒരു വ്യാപകമായ ഒരു റെയ്ഡാണ് നടത്തിയത്. കൂടാതെ വ്യവസായ ഭൂമി ദുരുപയോഗം ചെയ്തു, കൂടാതെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ അറോറ നടത്തിയെന്ന് ED ആരോപിച്ചിരുന്നു. ഫെമ അന്വേഷണത്തിന്റെ ഭാഗമായി പഞ്ചാബിലെയും ഹരിയാനയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ED റെയ്ഡ് നടത്തുന്നുണ്ട്. കൂടാതെ റെയ്ഡുകളെ ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ആം ആദ്മി നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ EDയുടെ വ്യാപകമായ ഒരു റെയ്ഡ് തന്നെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു കുംഭകോണ അഴിമതി ചിലപ്പോൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഡൽഹിയിലും അങ്ങനെ ഒരു റെയ്ഡ് നടന്നതിന് ശേഷമാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ EDയുടെ കയ്യിലെത്തുന്നു. അത് CBIയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു റെയ്ഡ് അവിടെ ഉണ്ടായത്.